ഈ കാണുന്ന ആൾക്കാര്, നമ്മളെ അമ്മമാര് അല്ലെങ്കിൽ എല്ലാവരും പറയുന്നവരെല്ലാരും വോട്ട്, ഇവർക്ക് ഇതല്ലേ പണി? നീ ചെയ്യാറുണ്ടോ? എത്ര പേർക്ക് വോട്ട് ചെയ്യാറുണ്ട്? ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഇല്ലല്ലോ, ഇല്ലല്ലോ. പറയും, ഇപ്പം കാണുമ്പോ പറയും വോട്ട് ഇതിന്റെ ഹോട്ട്സ്റ്റാർ പോയി ഇരുന്ന് കുത്തി ഇരുന്ന് വോട്ട്, അല്ലെങ്കിൽ പിന്നെ അത്രക്ക് അഡിക്റ്റഡ് ആയിട്ടുള്ള ആളായിരിക്കണം ബിഗ് ബോസിന്. ഈ സാധാരണ നമ്മളൊരു വീഡിയോ ഇരുന്ന് കണ്ടപ്പോ എനിക്ക് സങ്കടം തോന്നി. അപ്പൊ ഞാൻ അത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വീട് കൊല്ലത്ത് കാഞ്ഞിരമൂട്. ഈ ബിഗ് ബോസ് സീസൺ 7 ഇറങ്ങിയ ഓരോരുത്തന്മാരും ഓരോരുത്തരുമായിട്ട് ഓരോ ദിവസം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ വിവരദോഷിയാണെന്ന്. എന്നാൽ ഞാനല്ല, സ്വയമേ അവര് തന്നെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം അസൂയയും കുശുമ്പും നിറഞ്ഞ് നിറകുടമായിട്ട് ഇങ്ങനെ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം എക്സ്പോസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ എന്ത് താമാനങ്ങളാണെന്ന് ഓരോ ദിവസവും ഓരോ മണിക്കൂർ ഓരോ സെക്കൻഡ് ഇടവിട്ട് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ജിഷിൻ എന്ന് പറയുന്നത് ലാസ്റ്റ് ഘട്ടം എത്തിയ സമയത്ത് അനുമോക്ക് ഒരുപാട് സപ്പോർട്ട് കൊടുക്കുന്നത് പോലെ നിന്നതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പുറത്തിറങ്ങിയ ശേഷം ഡിസർവിങ് ആണെന്ന് പറഞ്ഞു. ആര്? അനുമോള് കപ്പടിച്ച് ഡിസർവിങ് ആണെന്ന് പറഞ്ഞു. ഇപ്പൊ വന്നിരുന്ന് പറയാണ് ഭിയാറ്. എടാ നാണമില്ലടാ നിനക്കൊന്നും. നിനക്ക് ഇത്ര വിവരമില്ലേ? ഇത്ര ബോധമില്ലാണ്ടാണോ സംസാരിക്കുന്നത്? ഇതെന്നാ സംസാരമാണോ സംസാരിക്കുന്നത്? ജിഷിനെ നീ വെറും വേസ്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇത്രയും പൊട്ടനായിട്ട് ഇത്രയും പൊട്ടത്തനം വിളിച്ച് പറയാൻ നിന്നെ പോയിട്ടേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നിപ്പോയി. അമ്മാതിരി മണ്ടത്തനമാണ് നീ ഓരോ വാക്കുകളിലും വാരി തുപ്പിക്കൊണ്ടിരിക്കുന്നത്. മലയാളികളായിട്ടുള്ള ജനങ്ങള് ബിഗ് ബോസ് കാണുന്നവരാരും വോട്ട് ചെയ്യുന്നില്ല. പിന്നെ നിന്റെ ആരുടെ വന്ന് വോട്ട് ചെയ്യുന്നത്? അനുമോക്ക് കിട്ടിയ 16 ലക്ഷം വോട്ടും PR ആണ് എന്നുള്ള രീതിയിലൊക്കെയാണ് സംസാരിച്ചു വയ്ക്കുന്നത്. അപ്പൊ നമ്മളെ പോലെയുള്ളവന്മാർ പട്ടിയെ പോലെ നടന്ന് വോട്ട് പിടിച്ചതും ഓരോ വീട്ടമ്മമാരും പുറത്തുള്ളവരുമായിട്ട് ഇഷ്ടം പോലെ അവരുടെ ഉള്ള എല്ലാ നമ്പറിലും റീചാർജ് ചെയ്ത് OTP വരുത്തി ലോഗിൻ ചെയ്ത് വോട്ട് ചെയ്ത എല്ലാമാരും പൊട്ടനാ എന്നുള്ള രീതിയിലാണ് എനിക്ക് നിന്നെ അടുത്ത് ചോദിക്കാനുള്ളത്. നീ ഇത്രയും മണ്ടത്തരം ഇങ്ങനെ വിളിച്ചു വിളമ്പല്ല ജിഷിനെ. ഇതൊക്കെ വെറും പോങ്ങത്തരമാണ്. ഇങ്ങനെയും വെളിവില്ലാണ്ട് എന്നടാ പണ്ണി വെച്ചിരിക്കെ. ഇവന്റെ ഒരു ഇന്റർവ്യൂ കണ്ട് ഞാൻ തന്നെ ഇങ്ങനെ പുച്ഛം വാരി വെതറുമായിരുന്നു. ഇത്രയും വെറും തീട്ടമായിരുന്നോ ഇവനൊക്കെ എന്ന് എനിക്ക് തോന്നിപ്പോയി. അമ്മാതിരി രീതിയിൽ എനിക്ക് പുച്ഛം തോന്നി കേട്ടോ. എനിക്ക് അങ്ങനെ തോന്നി, ഇവനക്ക് എന്നാ വാളികളുടെ എന്ന് തോന്നിപ്പോയി. കണ്ടു നോക്കാം. ആ ഒരു എവിക്ഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തതായിരുന്നു. ഔട്ടാവുന്ന നമ്മൾ ആരും പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. പെട്ടെന്ന് ഷോക്ക് ആയതുപോലെ ആയിരുന്നു. അപ്പൊ അത് അൺഫെയർ ആയിരുന്നില്ലേ? അൺഫെയർ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഒരിക്കലും ഏഷ്യാനെറ്റോ അല്ലെങ്കിൽ എൻഡമോൾ ഷൈനോ പറയുന്ന ഹോട്ട്സ്റ്റാറോ അതിലുള്ള ഒരാൾക്കും ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല. കറക്റ്റ് വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ പരിപാടി നടക്കുന്നത്. അപ്പം ഇവർക്ക് പുറത്തുനിന്ന് പുറത്തുള്ളവർക്ക് ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഈ പറയുന്ന PR എന്ന് പറയുന്നത്, ഞാൻ പോകുന്ന സമയത്ത് എൻ്റെ അടുക്ക ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ടീം എന്നെ ബന്ധപ്പെട്ട് പറഞ്ഞു മാസം 90,000 വെച്ച് കൊടുക്കാൻ. അങ്ങനെ 3 മാസത്തേക്ക് 90 × 3 പിന്നെ 27 രൂപ, 2,70,000 കൊടുക്കണമായിരുന്നു. കൊടുക്കാത്തെന്താ പിന്നെ? കൊടുത്തിട്ട് പോവാത്തെന്ത്? ഇത്രയും വലിയതായിട്ട് വിളിച്ച് പറഞ്ഞ സ്ഥിതിക്ക് കൊടുത്തിട്ട് പോവാത്തുണ്ട്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ജിഷിനെ, നിന്റെ ഒരു നെഗറ്റീവ് അവിടെ ഞാൻ കണ്ട കാര്യം പറയാം. വെജിറ്റേറിയൻ ആയതുകൊണ്ട് നീ അവിടെ ഒരു ഇഷ്യൂ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നിനക്ക് മറ്റേ കുക്ക് ചെയ്യണം, മറ്റേതാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് കുക്ക് ചെയ്തോളാം, ഞാൻ ഉണ്ടാക്കിക്കോളാം എന്നൊക്കെ ഉള്ള രീതിയിൽ നീ അന്ന് വെട്ടി വിടുന്നത് കണ്ടിട്ടുണ്ട്. അടുത്ത ആഴ്ച നീ പോയി, ഓർക്കുന്നുണ്ടോ? അടുത്ത ആഴ്ച നീ പോയി. അതെന്തുകൊണ്ടാ? അന്ന് നിന്നെ ജനങ്ങൾ വെറുത്ത്. ഞാനടക്കം അന്ന് നിന്നെ വലിച്ചു കീറിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും നിന്നെ വെറുത്ത്. ഒറ്റ റീസണാണ്. പിന്നെ അനുമോള് കപ്പടിച്ചാലും നിനക്കൊക്കെ എല്ലാത്തിനും ചൊരുക്കുണ്ടെന്നും അവിടെ ഉണ്ടായിരുന്ന സകലമാന എണ്ണത്തിന് നല്ല ചൊരുക്കുണ്ടെന്നും വളരെ വ്യക്തമായിട്ട് ഓരോ ദിവസം തോറും മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ നീ കൂടുതൽ എടുത്തൊന്നും പറയണ്ട, നിനക്ക് നല്ല ചൊരുക്കുണ്ട്. ഈ PR എന്ന് പറഞ്ഞിരുന്ന് കുരയ്ക്കുന്ന നിനക്ക് ഉളുപ്പില്ലാടാ ജിഷിനെ എന്ന് ഞാൻ ചോദിക്കത്തുള്ളൂ. സാമാന്യ ബോധമില്ലാണ്ടായിപ്പോയല്ലോ, ഇത്രയും വെളിവില്ലാത്തവനായിപ്പോയല്ലോ. നിന്നെ പോലെ ഈ മൊണ്ണത്തരം കാണിക്കുന്നത് കണ്ടപ്പോ എനിക്കിങ്ങനെ വെറും പുച്ഛം വാരി വെതറിക്കൊണ്ടിരിക്കാനാണ് തോന്നിയത്. നീ ഒരു കാര്യം മനസ്സിലാക്കണം, അനുമോൾ ആ ഹൗസിന്റെ അകത്ത് വന്നിരുന്നിട്ട് സാബുമാനെ പോലെ വെറും വാഴയായിട്ടിരുന്നിട്ട് കപ്പടിച്ചിട്ട് പോയിരുന്നെങ്കിൽ നീ പറയുന്നത് ഓക്കെ. അല്ലാതെ ആ പെണ്ണിനെ അവിടെ എല്ലാരും കൂടി വളഞ്ഞിട്ട് ആക്രമിച്ചതും ആ പെണ്ണ് അവിടെ മൊത്തം സഫർ ചെയ്തതും ഓരോ ദിവസം അവള് കഴിച്ചു കൂട്ടിയതും എവിടെ നിന്നൊക്കെ ഏതൊക്കെ ആക്രമണങ്ങൾ വരുമെന്ന് പോലും അറിഞ്ഞുകൂടാതെ കൂടെ നിൽക്കുന്നതിനെ വിശ്വസിച്ച് അവള് കൂടെ നിന്നിട്ട് ആ കൂടെ നിന്നതൊക്കെ അടക്കം കുതുകാല് വെട്ടിയതും എല്ലാം ജനങ്ങൾ കണ്ടോണ്ടിരുന്നു. ഇത് കണ്ട് ആ സഹതാപത്തിന്റെയും സ്നേഹത്തിന്റെയും പേരിലാണ് അവൾക്ക് വോട്ട് കൊടുത്തത്. ഇത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം നിനക്കുണ്ടാണ് ജിഷിനെ.
ഇത് നിനക്കൊണ്ടാടാ സാമാന്യ ബോധം? ഇത്രയും വിഷം വാരി നിറഞ്ഞിരുന്നു കൊണ്ട് പൊട്ടിത്തെറിക്കല്ലടാ. അസൂയക്കും കുശുമ്പിനും കശണ്ടിക്കും മരുന്നില്ല എന്ന് പറയുന്നത് പോലെയാണ് നിന്റെയൊക്കെ ഓരോരുത്തരുടെയും അകത്തുള്ളത് പൊട്ടിത്തെറിക്കുന്ന. വിന്നി 8 ലക്ഷത്തിന്റെ PR കൊടുത്ത് നിനക്ക് അതിനെപ്പറ്റി എന്ത് പറയാനുണ്ട്? അവൾ കോപ്പടിച്ച അവള് നേരെ ചോന്റെ നിന്ന ഇല്ല. ശൈത്യ 1.5 ലക്ഷത്തിന്റെ PR കൊടുത്തെന്ന് അവള് തന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കപ്പടിച്ച എന്തിന് നേരെ ചോന്റെ നിന്ന പുറത്തിറങ്ങിയിട്ട് നല്ല ഇമേജ് ഉണ്ടാ? ഇല്ല. എന്തുകൊണ്ട്? കയ്യിലിരിപ്പുകൾ അങ്ങനെ ആയതുകൊണ്ട്, കയ്യിലിരിപ്പുകൾ അത്രയും കേടുകെട്ടതായതുകൊണ്ടാണ് ആ രീതിയിൽ കെട്ടെന്നേറി പറക്കുന്നത്. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള കഴിഞ്ഞ സീസണിൽ ജിൻഡോ കപ്പടിച്ചത് മാത്രമാണ് ഒരു അർഹതയില്ലാത്ത രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം അവൻ അത്രയും പോങ്ങനായിരുന്നിട്ടും അവൻ എങ്ങനെയോ സഹതാപത്തിന്റെ പേരിൽ കറുത്ത കാക്ക എന്നൊക്കെ വിളിച്ചതിന്റെ പേരിലും സഹതാപത്തിന്റെ പേരിൽ വോട്ട് വാങ്ങിപ്പോയിട്ട് പുറത്ത് അവന്റെ തനിക്കുണം കണ്ട്. പക്ഷെ അനുമോൾ അങ്ങനെയല്ലടാ, അങ്ങനെയല്ല. ആ പെണ്ണ് അർഹതയുള്ളവളാ. അവളെ വളഞ്ഞിട്ട് ആക്രമിച്ചത് ഉൾപ്പെടെ നീയൊക്കെ കണ്ടതല്ലടാ. എന്നിട്ട് നിനക്കൊക്കെ എങ്ങനെയാടാ ഈ പോങ്ങത്തനങ്ങൾ വന്നിരുന്ന് വിളിച്ച് വിളമ്പാൻ തോന്നുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപരാധികൾ തന്നെ. അപ്പോഴാണ് എന്റെ വൈൽഡ് കാർഡ് വന്നത്. അത് ഞാൻ പറഞ്ഞില്ല, അതോടുകൂടി എന്റെ മൂഡ് പോയി. 15 ലക്ഷം എന്ന് പറയുന്നൊന്നുമില്ല അല്ലേ? ഉണ്ടാവും. ഈ എന്റെ അടുക്ക ഇത്രേ ചോദിച്ചുള്ളൂ എന്ന് ഞാൻ പറയാം. അതിന് മുകളിലുണ്ട് തീർച്ചയായും. അതിന് വലിയ എമൗണ്ടിലുള്ള കളികൾ നടക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇത്ര ഓരോ ആഴ്ച ഒരാളെ എവിക്റ്റ് ചെയ്യിക്കാൻ പറ്റും. അതെനിക്ക് മനസ്സിലായി. ഒരാളെ ഇപ്പം വ്യാഴാഴ്ച ദിവസം വരെ എന്റെ സ്ഥാനം 6ാമത് 7ാമത് ഉണ്ടായിരുന്നത്, ഇത് ഇറങ്ങിയതിന് ശേഷമുള്ള എന്റെ ഒരു സെർച്ചിങ്ങിൽ മനസ്സിലായ 6ാമത് 7ാമത് ഉണ്ടായിരുന്ന ഞാൻ പെട്ടെന്ന് 6ാം സ്ഥാനത്താണ് കണ്ടത്. പെട്ടെന്ന് വെള്ളിയാഴ്ച ദിവസമായപ്പം ഏറ്റവും അടിയിൽ കിടന്ന ആള് മുകളിലോട്ട് കയറി. ഞാനും അഭിലാഷും. അതൊക്കെ കയ്യിലിരിപ്പാടാ. ഞാനൊരു കാര്യം പറയട്ടെ, അഭിലാഷൊക്കെ ജെന്യൂൻ ആയിരുന്നു കേട്ടോ. ഇനി അവനും വന്നിട്ട് നാളെ അനുമോൾ ഇങ്ങനെയാണ് PR-ന്റെ ബലത്തിലാണ് ജയിച്ചെന്ന് പറയുന്നത് എനിക്ക് അറിയത്തില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അവനെ ഞാൻ വിളിച്ചു ഒട്ടിക്കും. കാരണം അവൻ എനിക്ക് ജെന്യൂനായിട്ടും മാന്യമായിട്ടൊക്കെ നിന്ന് കളിച്ചതുപോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ വിഷയം ഏറ്റവും ഉണ്ടായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഓരോ ആഴ്ചത്തെ വോട്ട് അവിടെ കാണിച്ച സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അനുമോൾ ഏതൊക്കെ ആഴ്ച ഉണ്ട്, ആഴ്ചയിൽ എല്ലാ അനുമോളുടെ ഗ്രാഫ് പച്ച അങ്ങ് കയറിയാൻ നിന്നിട്ടുള്ളത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതൊന്നും PR-ന്റെ കളിയല്ലേ. അവൾക്ക് അല്ലാണ്ട് തന്നെ ഓൾറെഡി ഫാൻ ബേസ് ഉണ്ടായിരുന്നു. അതിന്റെ കൂട്ടത്ത് ഈ ബിഗ് ബോസിലും കൂടി പോയപ്പോൾ അവളെല്ലാം കൂടി വളഞ്ഞിട്ട് ആക്രമിച്ചപ്പോൾ വീണ്ടും കയറി ഫാൻ ബേസ്. അതിന്റെ പുറകെയാണ് അവൾക്ക് കുത്തനെ ഇടിച്ച് കയറിയത് വോട്ട്. അതുപോലും മനസ്സിലാക്കാനുള്ള ബോധം നിനക്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുച്ഛം. എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂടാ. ഇത്രയും പുച്ഛം ഞാനിങ്ങനെ വാരി വെതറുന്നുണ്ടെങ്കിൽ അതിന്റെ റീസണും നീ തന്നെയാണ്. ഇത്രയും വെറും തീട്ടമായി മാറരുത് ജിഷിനെ. ഇങ്ങനെ വെറും പട്ടി തീട്ടമായി കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ നിന്നെ അടുപ്പിക്കില്ല ജിഷിനെ. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല ജിഷിനെ. ഇങ്ങനെ വെറും വാഴയാകരുത് ജിഷിനെ. അശ്ശി, ഈ വന്നിരുന്ന് കരയുന്നത് അത്ര ഫെയർ അല്ല ജിഷിനെ. നീ കണ്ടതല്ലടാ ലാസ്റ്റ് റീഎൻട്രി നടത്തിയ സമയത്ത് കാട്ടപരാധികളെല്ലാം കൂടി ആ പാവം പെണ്ണിനായിട്ട് ആക്രമിച്ചത്. എന്നിട്ട് നിനക്ക് എങ്ങനെയാടാ തോന്നി? ആ ഒരൊറ്റ ഇതിന്റെ പേരിലാണ് കയ്യാലപ്പുറത്തിരുന്ന അനീഷാണോ അനുമോളാണോ കപ്പടിക്കുന്നതെന്ന് കയ്യാലപ്പുറത്തിരിക്കായിരുന്നു. പക്ഷെ ആ ഒരൊറ്റ ആഴ്ച കൊണ്ടാണ് അനുമോളുടെ ഗ്രാഫ് വീണ്ടും കുത്തനെ കുതിച്ചുയർന്നത്. എന്നിട്ട് നിനക്ക് എങ്ങനെയാടാ ഇങ്ങനെ പറയാൻ തോന്നി? നാണമില്ലാത്തവനെ. എത്ര പേര് എന്നെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടെന്ന് അറിയാവോ? എത്ര പുറത്തുള്ളവർ വോട്ട് ചെയ്യാൻ പറ്റാണ്ട് ആ ലാസ്റ്റ് വീക്കിൽ ആ പെണ്ണിനെ വളഞ്ഞിട്ട് ആക്രമിച്ചത് മാത്രം കണ്ടുകൊണ്ട് എത്ര പേര് അവളെ സപ്പോർട്ട് ചെയ്ത് കയറിയെന്ന് നിനക്കറിയാവോ? എത്ര പേര്? നീ അവിടെ അകത്തിരുന്ന് കൊണയടിച്ച പോലെയല്ല, പുറത്ത് നമ്മൾ കണ്ടതാ കളികൾ. എത്ര ആൾക്കാർ നമ്മളടുത്ത് വന്നെന്നറിയാം വോട്ട് ചെയ്യാൻ പറ്റുന്നില്ല, വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലും ഗീരവത്ത് നിനക്ക് അറിയാമോ? ഇങ്ങനെ നാണമില്ലാണ്ട് ഉളുപ്പില്ലാണ്ട് വന്നിട്ട് തുപ്പല്ല ജിസിനെ. ഇത് വെറും 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 മാച്ചമായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് എനിക്ക് 10 പറയണമെന്ന് തോന്നി. വെറും എവിക്റ്റായി. അതുവരെ നമ്മൾ സേഫായിട്ട് നോർമൽ ആയിട്ടുള്ള വോട്ടിംഗ് ആയിരുന്നു. ഈ ഒറ്റ ദിവസം കൊണ്ട് ഈ വോട്ടിംഗ് അങ്ങനെ മറിയണമെങ്കിൽ തീർച്ചയായും അതിന്റെ പുറത്തുള്ള ഒരു കളിയുണ്ട്. ഒരാളെ എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഞാൻ അവിടെ ഓരോരുത്തരെ എതിർത്ത് പറയുന്നതും ഓക്കെ ഇവർക്കൊരു ഭീഷണി ആകുമോ ഇവൻ എന്നുള്ള ചിന്ത ഈ PR-ന് വരികയും ഇവര് ഈ പറയുന്ന ഓക്കെ വലിയ കുഴപ്പമില്ലാത്ത എന്ന് വെച്ചാല് പിന്നെ വായിൽ വിരലിട്ടാലും കടിക്കാത്ത ആളെ അവരെന്ത് ചെയ്തു? കയറ്റി വിട്ടു. അത് സാബുമാനാണ് കേട്ടോ അവൻ പറഞ്ഞത്, വായിൽ വിരലിട്ടാലും കടിക്കാത്തവൻ. സത്യം പറഞ്ഞ അവൻ എന്തിനു വന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവൻ നാരദനായിട്ട് അവിടെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ആണല്ലേ എന്ന് പറഞ്ഞ് എല്ലായിടത്തും പോയിരുന്നിട്ട് അപ്പുറത്ത് ഇപ്പുറത്ത് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന പോലത്തെ ഒരു നാരദൻ സ്വഭാവം സാബുമാൻ കാണിക്കുന്നുണ്ടായിരുന്നു. അവൻ അങ്ങനെ അപ്പുറത്തും പോയിരുന്ന് കേൾക്കും ആണല്ലേ, ഇപ്പുറത്തും വന്നിരുന്ന് കേൾക്കും ആണല്ലേ എന്ന് പറഞ്ഞിട്ട് അവൻ ആ ഒരു സെറ്റപ്പായിരുന്നു. പക്ഷെ അവൻ ഗെയിം അല്ലെങ്കിൽ കണ്ടന്റ് ആയിട്ട് അവൻ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ആ ഹോട്ടൽ ടാസ്കിൽ സഹതാപം കുറെ പിടിച്ച് പറ്റിയിട്ടുണ്ടായിരുന്നു. അതിന്റെ പേരിലാണ് അവന് കുറെ വോട്ട് കയറിയത് കേട്ടോ, സീരിയസ്ലി പറയാമല്ലോ. അല്ലാണ്ട് നീ പറയുന്നത് പോലെ എല്ലാം കൂടി എടുത്ത് മലത്തി വെക്കാൻ എന്തോന്നടേ ഇങ്ങനെ വിട്ടിത്തനം വിളിച്ച് പറയല്ലേ ജിസിനെ. 16 ലക്ഷം വോട്ട് ഭൂരിപക്ഷത്തെ അവള് ജയിച്ചു. ഭൂരിപക്ഷത്തിൽ അവൾക്ക് വോട്ട് ടോട്ടൽ എങ്ങാണ്ട് കിട്ടി. അത് അവളുടെ ആ ഒരു ക്യാരക്ടർ വെച്ചിട്ട് കിട്ടിയതാണ്. അത് മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസ് കാണിക്കടാ ബോധമില്ലാത്തവന്മാരെ. ഇത്രയും അസൂയയും കുശുമ്പും നിറഞ്ഞ് ഇങ്ങനെ വന്നിട്ട് തുപ്പല്ല കേട്ടാ. അവൾക്ക് കിട്ടിയ കപ്പ് അർഹതയില്ലാത്ത രീതിയിൽ നീയൊക്കെ എല്ലാം കൂടെ ആക്കി തീർക്കാൻ ശ്രമിക്കുന്നുണ്ട്. വളരെ മോശമാണ്.
നിന്നിൽ നിന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല, കുറച്ചെങ്കിലും വിവരം ഉണ്ടെന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ ബാക്കിയുള്ള ബിന്നിയെ ശൈത്യയൊക്കെ പോലെ വെറും വിവരമില്ലാത്തവനാണെന്ന് തെളിയിക്കാൻ നിൽക്കരുതേ കേട്ടോ ജിഷിനെ. എനിക്ക് അതാണ് നിന്റെ അടുത്ത് പേഴ്സണലി പറയാനുള്ള. കുറച്ചൊരു ബഹുമാനം സ്നേഹമൊക്കെ ഉണ്ട്, കളഞ്ഞു കുളിക്കരുത്. ഇമാതിരി വന്ന് തീട്ട വർത്താനം പറഞ്ഞ് ഒരുമാതിരി ജനങ്ങളെ വെറുപ്പ് വാങ്ങിച്ചു കൂട്ടി വയ്ക്കരുത്. ആള് അവസാനം വരെ നിൽക്കുകയും ചെയ്തു, ഏറെക്കുറെ നിൽക്കുകയും ചെയ്തു. ആള് എന്ന് വെച്ചാൽ പുള്ളി, ആളെ പേര് ഞാൻ പറയാത്ത എന്താ വെച്ചാൽ പുള്ളിനെ ഒന്നും പറയാൻ പറ്റില്ല. അയാളെ നമുക്ക് മോശമൊന്നും പറയാൻ പറ്റില്ല, നല്ലൊരു പേഴ്സൺ, പുള്ളിനൊന്നും പറയാൻ പറ്റില്ല. പുറത്തുള്ള കളികൾ ഇതാണ്. പുറത്തുള്ള കളികൾ ഇതാണ്. ഏതാണടേ പുറത്തുള്ള കളികൾ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ എന്താണ് അതിന്റെ അകത്ത് കൊടുത്ത കണ്ടന്റ്? എന്താണ് അതിന്റെ അകത്ത് കൊടുത്ത കണ്ടന്റ്? ഭയങ്കര കണ്ടന്റ് കൊടുത്ത പോലെയാണല്ലോ നിന്റെ സംസാരം. നീ എന്തോ വലിയ സംഭവം വാരി വെതറി ഇതുപോലെയാണല്ലോ നിന്റെ സംസാരം. പറയാനായിട്ട് കഴിഞ്ഞാൽ ഇവൻ മറ്റേ കൊല വെട്ടിയിട്ടിരിക്കുന്ന പോലെ. എടാ, ജനങ്ങൾ ഒരിക്കലും അവിടെ ടാസ്ക് കളിക്കുന്നതോ അതും ഇത് നോക്കിയിട്ടല്ല വോട്ട് കൊടുക്കുന്നത്, ഒരു വ്യക്തിയുടെ ക്വാളിറ്റി നോക്കിയിട്ടാണ് വോട്ട് കൊടുക്കുന്നത്. അനുമോൾക്ക് അവിടെ എന്താണ് ക്വാളിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൾ ആരുടെയും മെക്കിട്ട് ഇടിച്ചു കയറാനോ അല്ലെങ്കിൽ ആരെ പിന്നീന്ന് കുത്താനോ കൂടെ ഒന്ന് കുത്താനോ ഒന്നിനും, അല്ലെങ്കിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനോ ഒന്നിനും അവൾ നിന്നിട്ടില്ല. എന്നാൽ അവളെ കൂടെ നിന്ന് അടക്കം ഓരോ അപരാധികൾ അവളെ പിന്നീന്ന് കുത്തുകയും കൂടെ നിന്ന് കുത്തുകയും അവളെ പറ്റി ഇല്ലാത്ത കഥകൾ അപ്പുറത്തും ഇപ്പുറത്തും പോയി പറയുകയും ഒക്കെ ചെയ്തതിനെ തുടർന്നിട്ടാണ് അവർക്ക് ജനങ്ങളുടെ സപ്പോർട്ട് കയറിയത്. അത് മനസ്സിലാക്കാനുള്ള ബോധം നിനക്കുണ്ടാക്കി ജിഷിനെ. എടാ, നമ്മൾ 24/7 ഇരുന്ന് കണ്ടതാണ് കേട്ടാ. അത് നീ ആദ്യം മനസ്സിലാക്കുക, അത് നീ മനസ്സിലാക്കി സംസാരിക്കുക. നീയൊക്കെ അവിടെ അകത്ത് കിടന്നപ്പോഴും പുറത്ത് കിടന്നപ്പോഴും നമ്മൾ മൊത്തം കണ്ടതാണ്, കണ്ടിട്ടാണ് സംസാരിക്കുന്നത്, അല്ലാണ്ട് ചുമ്മാ വായ്ത്താൾ അടിക്കുന്നതല്ല. ഒന്നും കാണാണ്ട് വന്നിരുന്ന ഏതെങ്കിലും ഇന്റർവ്യൂവിലേക്ക് അറിയുന്ന കൊണാന്ന് വെട്ടുന്നത് ഫെയർ അല്ല ജിഷിനെ. ഈ പി ആറിന്റെ ഏറ്റവും നമുക്ക് തെണ്ടിത്തരം എന്ന് പറയാവുന്ന ഒരു വേർഡ് യൂസ് ചെയ്ത് പറയാവുന്ന ഒരു കാര്യം ഇത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ എന്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ, എന്റെ അടുത്ത് 3 മാസത്തേക്ക് പെർ മന്ത് 90,000 പറഞ്ഞ ആൾക്കാരും പറഞ്ഞത് നമുക്ക് വോട്ടിംഗ് ഒന്നും ചെയ്യാൻ പറ്റില്ലേ. ചേട്ടന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അത് ചെയ്യേണ്ടതായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? പിന്നെ തീർച്ചയായും തോന്നിയിട്ടുണ്ട്. ഞാൻ ഇറങ്ങി കഴിഞ്ഞപ്പോ ഇങ്ങനെയൊക്കെയാണ് കളിയെന്ന് മനസ്സിലായപ്പം എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്കറിയാവുന്ന ഒരു പി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്ക് സപ്പോർട്ട് ചെയ്ത് പോകുന്നു എന്നുള്ളതായിരുന്നു ഞാൻ വിചാരിച്ചത്. അല്ല, അതിനപ്പുറത്തേക്കുള്ള കളികളുണ്ട് പി ആർ. അവർക്ക് വോട്ട് മറിക്കാൻ പറ്റും. ഈ പറയുന്ന ഹ്യൂജ് ആയിട്ടുള്ള വലിയ ഫാൻ ബേസ് ഉള്ള അവർക്ക് പൈസ കൊടുത്തിട്ട് അവരുടെ ഇതിലേക്കുള്ള ആൾക്കാരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കാൻ പറ്റും. ഒരു വോട്ടിന് ഇത്ര പൈസ എന്ന് പറഞ്ഞിട്ട് വാങ്ങിയിട്ട് കണ്ടസ്റ്റന്റിന്റെ എടുക്കുന്നില്ല, കണ്ടസ്റ്റന്റിന്റെ പുറത്തുള്ള ആൾക്കാരെടുക്കുന്ന പൈസ വാങ്ങിയിട്ട് ഈ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞില്ലേ വ്യാഴാഴ്ച ദിവസം ഉണ്ടായിരുന്ന ഇത്രയും ഇതിൽ നിന്നിരുന്ന 6ാം സ്ഥാനത്ത് നിന്നിരുന്ന ഞാൻ എങ്ങനെയാ പെട്ടെന്ന് ഈ ഒറ്റ ദിവസം കൊണ്ട് ഈ ഒരാഴ്ച കയ്യിലിരിപ്പ് ഒറ്റ ദിവസം കൊണ്ട് താഴെ ഇറങ്ങി കയ്യിലിരിപ്പ്. ഞാനൊരു കാര്യം പറയട്ടെ ജിഷിനെ, ഇതാണ് തെണ്ടിത്തനം. നീ പറയുന്നതാണ് തെണ്ടിത്തനം. ജനങ്ങളുടെ സപ്പോർട്ട് നിനക്കുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിനക്കില്ലായിരുന്നു. നിനക്ക് അങ്ങനെ വാരി കോരിച്ചെരിഞ്ഞ ജനങ്ങളുടെ സപ്പോർട്ടൊന്നും ഇല്ലായിരുന്നു. ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ്, ഡെയിലി റിവ്യൂ ചെയ്തിട്ടുള്ളതാണ്. അതിന്റെ താഴെ നിന്നെ എതിർത്ത് സംസാരിച്ചാൽ കൂടി നിന്നെ പറ്റിയിട്ട് സംസാരിക്കാൻ അവിടെ ആർക്കും താല്പര്യമില്ല. നിന്നെ അവിടെ ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് പോലും ആരും കണ്ടിട്ടില്ല. നിന്നെ അവിടെ ആരും മൈൻഡ് ചെയ്യണ പോലും ഞാൻ കണ്ടിട്ടില്ല. നീ ഭയങ്കര ഒരു മാസീവ് ആണെന്നുള്ള രീതിയിൽ നീ സ്വയമേ നിനക്ക് മനസ്സിൽ ഉള്ളിലും ഇരിപ്പുണ്ടെങ്കിൽ അതങ്ങ് ഉള്ളിൽ വെച്ചിരുന്നാൽ മതി. നിന്നെ അവിടെ ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് പോലും ജനങ്ങൾ കയ്യിലെടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ വിഡ്ഢികളല്ലടാ, കാണുന്നുണ്ടാ. നമ്മളെയൊക്കെ വീഡിയോയുടെ താഴെ വർഷങ്ങളായിട്ട് കമന്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ബിഗ് ബോസ് കണ്ടന്റിൽ മാത്രമല്ലാണ്ട് ബാക്കിയുള്ള ഏത് കണ്ടന്റ് ഇട്ടാലും കമന്റ് ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അവരൊക്കെയാണ് അനുമോളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പേഴ്സണലി എനിക്ക് എത്ര മെസ്സേജ് വന്നിട്ടുണ്ടെന്ന് അറിയാമോ? എത്ര പേരെടുത്ത് ഞാൻ കോൾ ചെയ്ത് സംസാരിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? എത്ര പേരെടുത്ത്. അവർക്ക് എന്തുകൊണ്ടാണ് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് ബോധം ഉണ്ടാണ്. വിവരമില്ലാത്തവരെ നീ കാണിക്കുന്നതാണ് ഈ തെണ്ടിത്തനം എന്ന് പറയുന്ന സാധനം. അത് നീ കുറച്ചുകൂടി ഇരുന്നൊന്ന് ചിന്തിച്ചു നോക്ക്. അല്ലെ ബിഗ് ബോസ് പോയിരുന്ന് കണ്ടു നോക്ക് അവിടെ എന്തൊക്കെയാണ് നടന്നതെന്ന്. അപ്പം നിനക്ക് മനസ്സിലാവും. അല്ല തെണ്ടിത്തനം വിളമ്പാതെ ഇരിക്കേണ്ടത് നീയാണ്. വോട്ടാണോ ഈ പറയുന്ന 4 മണിക്കൂർ കൊണ്ട് ചെയ്തിട്ട് കയറുന്നത്? അത് ശരിയാണ്. അപ്പം തീർച്ചയായും ആ ഒരു പൈസ വാങ്ങി ഇയാൾക്ക് വോട്ടിംഗ് കയറ്റാൻ വേണ്ടി. അപ്പം എന്താ പറയാ, ഓൾറെഡി പി ആർ ചെയ്തിട്ട് പോയ ആൾക്കാരുണ്ട്. ഇവര് ചിലപ്പോ കാശ് നേരത്തെ കൊടുക്കണോ? അത് അഡ്വാൻസ് ചെയ്യുന്നുണ്ടാവും, ഇറങ്ങിയതിന് ശേഷം കൊടുക്കണമായിരിക്കും, അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഞാൻ പറയാം അവിടെ ഭൂരിപക്ഷം പേരും പി ആർ കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. ഭൂരിപക്ഷം പേരും പി ആർ കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. അത് നിനക്ക് അറിയാലോടാ, അവിടെ ഭൂരിപക്ഷം പേരും പി ആർ ആണ് കൊടുത്തതെന്ന് നിനക്ക് നന്നായിട്ട് അറിയാലോ. പിന്നെ എങ്ങനെയാടാ ബാക്കി എല്ലാവരും പി ആർ കൊടുത്തിട്ട് അനുമോളുടെ പി ആറിന് മാത്രം കുറ്റമായത്, അനുമോൾ കപ്പടിച്ച മാത്രം വിഷയമായത്? ആ രീതിയിലല്ലേ വളച്ചൊടിച്ച് വയ്ക്കുന്നത്. നീ അനുമോളുടെ പേര് പറയുന്നില്ല, പക്ഷെ ഉള്ളിൽ വെച്ച് സംസാരിക്കുന്ന ആ സാധനം തന്നെയാണ്. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ സംസാരിക്കുന്ന സംസാരം. അനുമോൾ കപ്പടിച്ചത് ആണ് വിഷയം എന്നുള്ള രീതി തന്നെയാണ് ഉള്ളിൽ വെച്ച് സംസാരിക്കുന്നത്. അത് ബുദ്ധിയും വിവരമുള്ളവനും മനസ്സിലാവും. ചിലപ്പോൾ നാളെ വന്നിരുന്ന് പറയും ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ എന്ന് നീ പറയും. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ, നീ പറയും മുമ്പേ ഞാൻ പറഞ്ഞതാ. അവിടെയുള്ള ഭൂരിപക്ഷം പേർക്കും പി ആർ ഉണ്ടെന്ന് നിനക്കും അറിയാം, എനിക്കും അറിയാം, ജനങ്ങൾക്കും അറിയാം, എല്ലാവർക്കും അറിയാം, കൊടുത്തവർക്കും അറിയാം. ബിന്നി 8 ലക്ഷത്തിന്റെ പി ആറും കൊടുത്തിട്ടാണ് നിൽക്കുന്നത്. അതിനെപ്പറ്റി നിനക്കൊന്നും പറയാനില്ലേ? എന്നിട്ട് അവർക്ക് കുത്തിത്തിരിവ് ബിന്നി എന്ന് പേര് കിട്ടിയെന്ത്?
എന്തുകൊണ്ട് അവൾ 8 ലക്ഷം രൂപ PR കൊടുത്തിട്ട് അവളുടെ ആ ചീത്തപ്പേര് മാറി കിട്ടിയില്ല? അപ്പൊ കയ്യിലിരിപ്പാണ് അവിടെ വിഷയം. അത് ആദ്യം മനസ്സിലാക്കി. ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ PR പണി ഏറ്റെടുത്തവൻ ബൂസ്റ്റപ്പ് ചെയ്ത് പുറത്തു വിടുന്നത്. കേട്ടാ? അല്ലാണ്ട് വായ്ത്താളം അടിച്ചല്ല. അവിടെ ഉള്ള കാര്യങ്ങളെ ക്ലിപ്പ് സഹിതം എടുത്ത് ബൂസ്റ്റപ്പ് ചെയ്ത് BGM കയറ്റിയിടും. ഇത്രയേ ഉള്ളൂ PR പണി. ഇതിന് ഈ 8 ലക്ഷം 10 ലക്ഷം 16 ലക്ഷം ഒന്നും വാരി കൊടുക്കേണ്ട ഒരു കാര്യമില്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. വേണമെങ്കിൽ അല്ലാതെ ജനങ്ങൾ കണ്ട് വോട്ട് ചെയ്തിട്ട്. ഇനി ഓരോരുത്തർ ഇഷ്ടമാണ് PR കൊടുക്കണോ കൊടുക്കണ്ടേന്നൊക്കെ. അവരവന്റെ കയ്യിലുള്ള പൈസ അനുസരിച്ച് കൊടുക്കും. അതിനിപ്പോ നിനക്കെന്ത് കടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അയ്യേ, പിന്നെ കൊടുത്തിട്ട് പോകത്തുണ്ടോ? എനിക്കൊന്ന് അഭിലാഷ് അങ്ങനെയുള്ളവരെ ഈ വലിയ ഇങ്ങനെ പൈസയൊക്കെ കൊടുത്തിട്ട് PR ചെയ്ത് എന്റെ PR അമ്മയായിരുന്നു, അറിയാറുന്നല്ല. അപ്പൊ ഇവള് ഓരോ വീഡിയോ എടുത്തിട്ടും എന്നിട്ട് അവൾക്ക് പരിചയമുള്ള ഒരു പയ്യൻ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവൻ്റെ അടുത്ത് പറഞ്ഞ അവനായിരുന്നു എന്റെ വീഡിയോസ് ഒക്കെ കട്ട് ചെയ്ത് ഇട്ടിട്ട് അങ്ങനെ ചെയ്തിരുന്നത്. അല്ലാതെ അതിനായിട്ടൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്ത് അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കാൻ മാത്രമുള്ള ആൾക്കാരില്ലായിരുന്നു. പിന്നെ ഈ കാണുന്ന ആൾക്കാർ നമ്മൾ വിചാരിക്കും ഈ കാണുന്ന ആൾക്കാര് നമ്മളെ അമ്മമാര് അല്ലെങ്കിൽ എല്ലാവരും പറയുന്നവരെല്ലാരും വോട്ട്, പിന്നെ ഇവർക്ക് ഇതല്ലേ പണി? നീ ചെയ്യാറുണ്ടോ? എത്ര പേർക്ക് വോട്ട് ചെയ്യാറുണ്ട്? ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഇല്ലല്ലോ. പറയുന്ന അമ്മമാർ, അതായത് അനുമോളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന അമ്മമാർ വോട്ട് ചെയ്യുന്നില്ലെന്നാണ് പറയുന്നത്. എടാ വിവരദോഷി, നിനക്ക് വല്ല തേങ്ങ അറിയാവോ? നീ എന്നാണ് ബിഗ് ബോസ് കാണാൻ തുടങ്ങിയത്? എടാ ഈ വീട്ടിലുള്ള ഓരോ അമ്മമാര് അവർക്ക് വോട്ട് അറിഞ്ഞുകൂടെങ്കിൽ അയൽവക്കത്തുള്ളവരെ വിളിച്ചിട്ട് ആ ഫോണിൽ വോട്ട് ചെയ്യിപ്പിക്കും. മനസ്സിലായ? ഇന്നും ഇന്നലെ ബിഗ് ബോസ് കാണാൻ തുടങ്ങിയിട്ടുള്ള. നീ ചിലപ്പോ ഇപ്പോഴായിരിക്കും കാണാൻ തുടങ്ങിയിട്ടുള്ള. എടാ എത്ര അമ്മച്ചിമാർ, നല്ല പ്രായമുള്ള അമ്മച്ചിമാർ എന്നെ വിളിച്ചിട്ട് വോട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടെന്ന് അറിയാവോ? അവരുടെ മക്കളും ചെറുമക്കളും പുറത്തുള്ളവരുടെ ആരുടെയൊക്കെ നമ്പർ വിളിച്ച് എവിടെ നിന്നൊക്കെ വാങ്ങിപ്പിച്ച് OTP ഒപ്പിച്ച് ചെയ്യിപ്പിച്ചിട്ടൊക്കെ ഉണ്ട്. അതുവരെ സംഭവിച്ചിട്ടുണ്ട്. എടാ ജിഷിനെ, നിനക്ക് ആരെയും തിരിച്ചറിഞ്ഞുണ്ടെങ്കിൽ നീ സംസാരിക്കാൻ നിൽക്കല്ലേ? അത് വളരെ വളരെ വിട്ടിത്തരമാണ് നീ വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. കാണുന്നവരാരും വോട്ട് ചെയ്യുന്നില്ലെന്ന്. എടാ ഒരു ആള് കാണുന്നുണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ ആരുടെയൊക്കെ ഫോണിൽ ഹോട്ട്സ്റ്റാർ ഉണ്ട്, അല്ലെങ്കിൽ ആർക്കൊക്കെ സിം ഉണ്ട്, എല്ലാ സിമ്മിലും ലോഗിൻ ചെയ്ത് OTP അടിച്ച് വോട്ട് കൊടുത്തിരിക്കും. അത് ചെയ്യുന്നുണ്ട്. അതുപോലും മനസ്സിലാക്കാൻ വിവരമില്ലാത്ത വർത്തമാന മന്ത്രത്തെ വിളിച്ച് പറയും നോക്ക്. അപ്പൊ ഇവനൊക്കെ എന്ത് വിവരം ഇരിക്കണം എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. ഇത്രയും ഷൊട്ടയാണെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. പിന്നെ നിന്റെ PR അമ്മയാണെന്ന് പറഞ്ഞല്ലോ, അനുമോളുടെ PR ജനങ്ങളാ. കേട്ടാ? ഇപ്പൊ മനസ്സിലാക്കി കാണുമല്ലോ. ഇല്ലല്ലോ, പറയും. ഇപ്പം കാണുമ്പോ പറയും വോട്ട് ഇതിന്റെ ഹോട്ട്സ്റ്റാർ പോയി ഇരുന്ന് കുത്തിയിരുന്ന് വോട്ട്, അല്ലെങ്കിൽ പിന്നെ അത്രക്ക് അഡിക്റ്റഡ് ആയിട്ടുള്ള ആളായിരിക്കണം ബിഗ് ബോസിന്. ഈ സാധാരണക്കാരായിട്ടുള്ള അമ്മമാര് ഇവരൊന്നും ചെയ്യുന്നില്ല. അത് ശരിയാണ്. ഇപ്പൊ ഞാനും ഇവർക്ക് ചിലപ്പോ എന്നെ ഇഷ്ടമായിരിക്കും. ജിഷിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ജിഷിനെ ഇപ്പൊ നീ പറഞ്ഞില്ലേ അമ്മക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്യാറുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്യും. ആ ഷെയർ വന്നതോണ്ടല്ലേ ചെയ്യാൻ പറ്റും. അതെ അല്ലേ? പിന്നെ നമുക്ക് എല്ലാരെയും പറ്റില്ല. ഇതിൽ അറിയുന്ന കുറച്ചു പേരൊക്കെ ഫ്രണ്ട്സ് ആയിരിക്കും. അപ്പൊ ഒന്ന് ചെയ്താൽ മറ്റതിലും ഇതാവും. അതുകൊണ്ട് ചെയ്യാറില്ല. ഇത് തന്നെയാണ് പറയുന്നത്. ഈ വോട്ടിംഗ് മുഴുവൻ എനിക്ക് തോന്നുന്നത് ഈ പൈസ കൊടുത്തിട്ടുള്ള വോട്ടിംഗ് മാത്രമാണ്. അല്ലാണ്ട് ജെനുവിൻ ആയിട്ട് ഇന്നയാള് ജയിക്കണം, ഞാൻ അയാളുടെ ഇതാണ് എന്ന് പറയുന്നിട്ട് വോട്ട് ചെയ്യുന്നവർ കുറവാണ്, വളരെ കുറവാണ്. മെനക്കെടാൻ നിൽക്കൂല ആരും. പിന്നെ ഇവർക്ക് വേറെ പണിയില്ലേ? ബിഗ് ബോസ് കാണുന്നുണ്ട്, പോകുന്നുണ്ട്, പിന്നെ കുത്തിയിരുന്ന് ഇവർക്ക് വോട്ട് ചെയ്ത്. എടാ ജിഷിനെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ സീസണില് നീ കപ്പ് അടിച്ചിരുന്ന് വിചാരിക്കുക. നീ കപ്പ് അടിച്ചിരുന്നെങ്കിൽ നീ ഇമ്മാതിരി തൊട്ടി വർത്താനം വന്നിരുന്ന് പറയൂ? നീ വോട്ട് കിട്ടിയല്ലേ ജയിച്ചത്, ജനങ്ങളുടെ വോട്ട് എനിക്ക് കിട്ടിയില്ല, എനിക്ക് ഒരു വീട്ടമ്മമാരെ വോട്ട് ചെയ്തില്ല എന്ന് നീ പറയൂ? അപ്പൊ നീ അതിൻ്റെ അകത്ത് നിന്ന സമയത്ത് നിനക്ക് കിട്ടിയ വോട്ടാര്? നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വോട്ടാണ്? അല്ലല്ല. നീ PR കൊടുത്ത വോട്ടാണ്? അല്ലല്ല. നീ 2 ആഴ്ച അതിൻ്റെ അകത്ത് നിന്നല്ലോ. ആ വോട്ട് നിനക്ക് എവിടെന്നാ കിട്ടിയത്? അപ്പൊ വോട്ട് ചെയ്ത ജനങ്ങൾ മണ്ടന്മാരാ. ഇവൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം, കാണുന്ന ആൾക്കാർ. ഇവന് നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഒരു വോട്ടെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിഡ്ഢികളെന്നാണ് അവൻ പറഞ്ഞു വരുന്നത്. നിങ്ങൾ ആരും അവന് വോട്ട് കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ അവനെ ആരും വോട്ട് കൊടുത്ത് അവിടെ നിർത്തിയിട്ടില്ല എന്നുള്ളൊരു വർത്തമാനം കൂടിയാണ് അവൻ സൂചിപ്പിക്കുന്നത്. ഇവനൊക്കെ അസൂയയും കുശുമ്പും കടിയുമാണ്, വേറെ ഒന്നുമില്ല. അത് മാത്രമേ അവനൊക്കെ ഉള്ളൂ. നീ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊരു വീഡിയോ ക്ലിപ്പ് ഒന്ന് കാണിച്ചു തരാം. അനുമോളുടെ പേരും പറഞ്ഞ ഒരു അമ്മ ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു. ആ അമ്മ നേരിട്ട് അനുമോള് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഒന്ന് കണ്ടു. നമ്മളൊരു വീഡിയോ ഇരുന്ന് കണ്ടപ്പോ എനിക്ക് സങ്കടം തോന്നി. അപ്പൊ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ വീട് നമ്മളെ കൊല്ലത്ത് കാഞ്ഞിരമൂട് ഐത്തില്. ഞാൻ എന്തായാലും കൊല്ലത്ത് വരുമ്പോ വന്ന് കാണാട്ടോ. കൊല്ലത്ത് വരുമോ? അന്നേരം എന്നെ വിളിക്കണേ. എന്റെ ഫോൺ ചെറുതാ, എന്റെ മോനെ വിളിച്ചാ മതി, രാഹുലിനെ. രാഹുലിനെ വിളിച്ചു. ഒരുപാട് അമ്മമാരിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, ഇങ്ങനെ കാണാൻ വേണ്ടിട്ട് ഇങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാനത് കണ്ടപ്പോ തന്നെ എനിക്ക്
എന്തോ അമ്മ ഇങ്ങനെ കരഞ്ഞു ഞാൻ ഇവിടെ കിടക്കുമായിരുന്നു മോളെ. അയ്യോടാ ഭയങ്കര വിഷമായി പോയി. സന്തോഷം അമ്മേനൊക്കെ ഒരു പ്രാർത്ഥനയും സ്നേഹമൊക്കെയാണ് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നത്. അപ്പൊ എന്തായാലും ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ 2 മക്കളുണ്ട് എനിക്ക്, 2 ആൺമക്കളാ. കണ്ടാടാ വിവരദോഷികളെ, എടാ ബോധമില്ലാത്ത സാധനങ്ങളെ കണ്ടോ? ഇതൊക്കെ ജെന്യുവൻ സപ്പോർട്ടേഴ്സ് ആണ്. ഇതൊക്കെ കണ്ടാദ്യം മനസ്സിലാക്കുക. ഗൗരവമില്ലാണ്ട് എന്തെങ്കിലുമൊക്കെ വായി തോന്നുന്നു തുപ്പി എറിയുമ്പോൾ ആദ്യം ഒന്ന് ഇരുന്ന് ചിന്തിച്ചു നോക്ക് കേട്ടോ. ഇങ്ങനെ വിവരമില്ലാത്ത രീതിയിൽ വാരി തുപ്പാൻ നിൽക്കരുത്. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല ജിഷ്ണു. നിന്നെ പോലെ ഉള്ളവന്മാർ ഇങ്ങനെ മൊണ്ണ വർത്തമാനങ്ങൾ വിളിച്ച് പറയുമ്പോൾ പുച്ഛം മാത്രമാണ്, കൂടുതൽ ഒന്നും പറയാനില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങൾ ഉറപ്പെടുത്താൻ പുതിയൊരു വീഡിയോ ഇടണം.